യേശുവിൽ ഏറ്റവും പ്രിയമുള്ള ജൈനീസ് ടി വി പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം ശ്രീ ചന്ദ്രബാബു നായിഡു, അതായത് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി, ഇങ്ങനെ പറയുകയുണ്ടായി. അതായത് മൂന്നാമത് ജനിക്കുന്ന കുഞ്ഞിന് 30,000 രൂപ പാരിതോഷികവും, അതുപോലെ നാലാമത് ജനിക്കുന്ന കുഞ്ഞിന് 40,000 രൂപ പാരിതോഷികമായിട്ട് കൊടുക്കണമെന്നാണ്. അത് വലിയ ഒരു ചൂടുവെപ്പാണ്. തീർച്ചയായും അവിടെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കഷ്ടതകൾ, പ്രത്യേകിച്ച് യുവജനങ്ങളില്ലാത്ത കഷ്ടതകൾ അവർ അനുഭവിച്ചു തുടങ്ങി. നമ്മൾ നേരത്തെ അനുഭവിക്കുന്നതാണ്. കാരണം നമ്മളാണ് അവർക്ക് മുമ്പ് കുടുംബാസൂത്രണം ചെയ്തു വന്നത്, മറക്കരുത്. ഇവിടെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയെ അവകാശമാക്കുക. ഉൽപ്പത്തി 1:28. എന്നാൽ നാം അതിനെ അങ്ങ് അവഗണിച്ചു. ഇപ്പം നമ്മളതിൻ്റെ കഷ്ടതകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതായത് കഴിഞ്ഞ ദിവസം നമുക്ക് ഏവർക്കും അറിയാം, ഇന്ന് കേരളത്തിൻ്റെ എല്ലാ മേഖലയിലും ചെറുപ്പക്കാർ എന്ന് പറയുന്നത് അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവർ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നത് അവരുടെ മിനിമം കൂലി 1,700 രൂപ എങ്കിലും ആക്കണമെന്ന്. ഇപ്പോൾ 900-1000 രൂപയാണ് കൊടുത്തു വരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ 1,200 രൂപയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ പണിയാൻ വരാൻ പറ്റുകയില്ല എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ കേരള സംസ്ഥാനം വലിയൊരു നീർച്ചുഴിയിലാണ് വന്നുപെട്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ള മക്കൾ 1-2 മാത്രമുള്ള കുടുംബങ്ങളിലെ മക്കൾ മുഴുവനും വളർന്നു വരുന്നത് അങ്ങ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കീഴടക്കാൻ പോയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ കേരളം അതിൻ്റെ ഭവിഷ്യത്തുകൾ, കുഞ്ഞുങ്ങൾ ജനിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ കുടുംബാസൂത്രണം നടത്തിയതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏവർക്കും അറിയാം, ബാങ്കുകളിൽ 1 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വാർഷിക പലിശ 8-10, മാക്സിമം 15% നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷെ നമ്മളൊന്ന് മറന്നുപോയി, നമുക്ക് ദൈവം അനുവദിച്ച് തന്നിരിക്കുന്ന ബാങ്കാണ് നമ്മുടെ ഈ പുണ്യഭൂമി. പ്രത്യേകിച്ച് കേരളത്തെ പറയുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയുടെ ഒരു ഭൂമിയാണ്. എപ്പോഴും മഴ, എല്ലാ സൗകര്യങ്ങളും പുഴയും എല്ലാം നിറഞ്ഞു കൊടുക്കുന്ന ഒരു പർദീസ കണക്കിനുള്ളൊരു ഭൂമിയാണ് നമ്മുടെ കേരളത്തിൻ്റെത്. എന്നാൽ ഇന്ന് 1 രൂപയിട്ട് 15-16% പലിശയ്ക്കായി ഇടാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ്. പക്ഷേ നമ്മുടെ ബാങ്കിൽ, അതായത് ദൈവം ഒരുക്കി വെച്ച ഈ ബാങ്കിൽ, അതായത് നമ്മുടെ ഭൂമിയിൽ 1 മണി നെല്ല് നട്ടാൽ ഏകദേശം 300-400 മണി നെല്ലാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതായത് ഒരു വർഷം അതിൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 1,200 മണി എന്ന് വയ്ക്കാം. അതിനെ ശതമാനമാക്കുകയാണെങ്കിൽ 1,20,000% റിട്ടേൺസ്. ആ കിട്ടുന്ന ഭൂമിയാണ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. ഇന്ന് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഏകദേശം 1/3 നിലങ്ങൾ, അതായത് നെൽവയലുകൾ ഐഡിലായി കിടക്കുകയാണ്. ആരും കൃഷി ചെയ്യുന്നില്ല. അത്രയും വലിയൊരു നഷ്ടം വഹിച്ചുകൊണ്ടാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ, ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ മുഴുവനും നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മക്കൾ വിദേശത്ത് പോയി കിട്ടുന്ന പണത്തിൻ്റെ ഭൂരിപക്ഷവും അങ്ങോട്ട് പോകുന്നു. തെറ്റൊന്നുമില്ല, അവർ പണിയെടുക്കുന്നു, അവർ കൊണ്ടുപോകുന്നു. പക്ഷെ നമുക്ക് നഷ്ടം കാർഷിക വൃത്തിയിൽ വന്ന തീർക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ഗ്യാപ്പാണ്. 3/2 ഭാഗം, അതായത് 5.65 ലക്ഷം ഹെക്ടറിലെ 2.25 ലക്ഷം ഹെക്ടറെ ഇന്ന് നമ്മൾ കൃഷി ചെയ്യുന്നുള്ളൂ. ഇത് 2010 കണക്കാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ അതിനേലും വേഴ്സ്റ്റായി ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എത്രയും വേഗം നമ്മുടെ ചന്ദ്രബാബു നായിഡു ജി പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു സ്റ്റെപ്പിലേക്ക് കേരളം നീങ്ങിയില്ലെങ്കിൽ, അതായത് ഞാൻ ഒരു 25 കൊല്ലമായി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അനേക കുടുംബങ്ങൾ, ഒരു കുടുംബം എനിക്കറിയാം 15ാമത്തെ കുഞ്ഞിനെ സ്വീകരിച്ച കുടുംബമുണ്ട്. അതുപോലെ 10-12 എന്ന് പറഞ്ഞ പോലെ ഒത്തിരി മക്കളുള്ള കുടുംബങ്ങൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. പക്ഷേ നമ്മൾ 4ാമത്തെ കുഞ്ഞിന് വലിയൊരു പാരിതോഷികം
ഇപ്പോൾ ആന്ധ്രാപ്രദേശിൽ 40,000 രൂപ കൊടുക്കുന്നതാണ്. അതിനേലും ഏറ്റവും ബേസ്റ്റ് കണ്ടീഷനാണ് കേരളത്തിൽ. നമ്മൾ ചുരുങ്ങിയത് 4ാമത്തെ കൊച്ച് ജനിക്കുകയാണെങ്കിൽ ഒരു 2 ലക്ഷം രൂപയെങ്കിലും പാരിതോഷികമായിട്ട് കൊടുക്കണം. എന്നാലേ നമ്മുടെ ഇന്നത്തെ അവസ്ഥ മാറിക്കിട്ടുള്ളൂ. ഇന്നത്തെ ഈ പരിതാപകരമായ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു മുന്നോട്ട് പോകണമെങ്കിൽ കാർഷിക മേഖല പോകണം. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളെല്ലാം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ബാങ്ക്, അതിൽ ഭൂരിപക്ഷവും കിടക്കുന്നത് അങ്ങ് കാനഡയിലും അമേരിക്കയിലും യൂറോപ്പിലും ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, മലേഷ്യ, സിംഗപ്പൂർ എന്നിങ്ങനെ ആ സ്ഥലങ്ങളിലാണ്. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ കുറയ്ക്കുമ്പോൾ മാർക്കറ്റ് എക്കോണമിയാണ് ബാധിക്കുക. കാരണം വാങ്ങിക്കുന്നവൻ മനുഷ്യൻ മാത്രം വാങ്ങിക്കുന്നുള്ളൂ, വില നൽകുന്നുള്ളൂ. വില നൽകുന്നവനാണല്ലോ വാങ്ങിക്കുന്നത്, മനുഷ്യൻ മാത്രമേ വില നൽകുന്നുള്ളൂ. ആ വില നൽകുന്നവനെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. ഒപ്പം തന്നെ മനുഷ്യൻ മാത്രമേ നമ്മളെ സഹായിക്കുന്നുള്ളൂ. അതായത് മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത്, അതിൽ ഒരു ഷോർട്ടേജ് വന്നാൽ, ഇപ്പോൾ നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നത്തിനും മാർക്കറ്റിൽ വിപണിയിൽ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടും എന്ന് പറഞ്ഞ പോലെ മനുഷ്യ വിഭവശേഷിയുടെ കുറവ് അതിൻ്റെ വില കൂട്ടും. അപ്പോൾ നമുക്കിവിടെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. മാത്രമല്ല നമ്മുടെ ആരോഗ്യ മേഖല നോക്കുകയാണെങ്കിൽ കാണാം, അനേകായിരം സ്ത്രീകൾ, ഏകദേശം ഒരു 10, 50, 60% സ്ത്രീകളാണ് പ്രസവം നിർത്തിയതിന് ശേഷം ഗർഭാശയ രോഗങ്ങൾ അടിമപ്പെട്ട് നടക്കുന്നത്. ഇതിന് വരുന്ന ഭീമമായ മരുന്ന് ചെലവ്. മറ്റൊന്ന്, കുടുംബാസൂത്രണം വന്നപ്പോൾ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ തട്ടുകേട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഹരിയാന, നോർത്ത് ഇന്ത്യയിലെല്ലാം 1000 ആൺകുട്ടികൾക്ക് 850, 870, 835 എന്ന നിലയ്ക്ക് പെൺകുട്ടികൾ ജനിക്കുന്നുള്ളൂ. അവിടെ അത്രമാത്രം നമ്മുടെ ആൺകുട്ടികൾ, അതായത് നമ്മൾ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ ആൺകുട്ടികൾ ഇടയെ കിട്ടാതെ സങ്കടപ്പെട്ടു പോകുന്ന ഒരു സംഗതിയാണ് അവിടെ നടക്കുന്നത്. അതായത് അവരുടെ അച്ഛനമ്മമാരൊക്കെ ദുഃഖിക്കുകയാണ്. ഇത്രയും സ്നേഹിച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കൾക്ക് ഒരു ഇണയെ കിട്ടുന്നില്ലല്ലോ. എന്ന പോലെ തന്നെ കേരളത്തിലും അനേക ലക്ഷം ചെറുപ്പക്കാരാണ് ഇണയെ കിട്ടാതെ നടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും 7ാമത്തെയും കുഞ്ഞുങ്ങൾക്ക് ജനിക്കുന്ന കുടുംബങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുകയും അവർക്ക് മിനിമം ഒരു 2 ലക്ഷം രൂപയെങ്കിലും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച്, അതായത് ഇത് ദൈവവചനമാണ്. ദൈവവചനം പറയുന്നു, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരെ പെരുകുകയും ഭൂമിയെ അവകാശമാക്കുകയും. അത്തരത്തിൽ ഒരു വലിയ ഒരു നീക്കം ഉണ്ടായാൽ തീർച്ചയായും ദൈവം നമ്മുടെ ഒപ്പം ഇറങ്ങും. നമ്മുടെ ദൈവം അത്തരത്തിലൊരു ദൈവമാണ്. നമുക്ക് പ്രതിസന്ധികൾ വരാൻ, നമ്മൾ തെറ്റ് ചെയ്തിരുന്നേക്കാം. എല്ലാത്തിൽ നിന്നും നമ്മൾ ധൂർത്തുപുത്രനെ പോലെ, കർത്താവേ അങ്ങേക്കും സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി എന്ന് പറയുന്ന ഒരു മനസ്സോടുകൂടി ദൈവത്തിലേക്ക് ചെല്ലുവാണെങ്കിൽ ദൈവം നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.